ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിൽ നിന്ന് എങ്ങനെ UK വിസ അല്ലെങ്കിൽ UK വിസിറ്റ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ വരുന്ന ഡിസംബറിലേക്ക് UK പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ ദുബായിൽ നിന്ന് എങ്ങനെയാണ് വിസ അപ്ലൈ ചെയ്തതെന്ന് പറയാം. ഇപ്പം നമ്മൾ പോകുന്നത് UK നമ്മളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചു. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു വിസ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇവിടെ VFS എന്ന് പറയുന്ന ദുബായിലെ VFS ഗ്ലോബൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോയിട്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നത്. 4 പേർക്കുള്ള വിസയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ 6 മാസത്തേക്കായിരിക്കും വിസ കിട്ടുന്നത്. വിസ അപ്രൂവ് ചെയ്യുന്ന ദിവസം മുതൽ 6 മാസം വരെ ആയിരിക്കും നമുക്കതിൻ്റെ വാലിഡിറ്റി. UAE പോലെ എൻട്രി ചെയ്യുന്ന ദിവസം മുതലല്ല, നമുക്ക് വിസ അപ്രൂവ് ചെയ്യുന്ന ദിവസം മുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഫീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 520 UAE ദിറംസ് ആണ് ആവുന്നത്, അല്ലെങ്കിൽ 130 യൂറോ ആണ് വിസ ഫീസായിട്ട് വാങ്ങുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ വിസ അയക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും ഐറ്റിനറിയൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഒരു വിസയ്ക്ക് 150 ദിറംസ് വെച്ചിട്ട് സർവീസ് ചാർജ് കൊടുത്തപ്പോൾ അവരാണ് ഈ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് ഫോമൊക്കെ ഫില്ല് ചെയ്ത് തന്നത്. പിന്നെ അവരുടെ ഈ ഒരു ടിക്കറ്റിൻ്റെ ആ ഒരു സർവീസ് എല്ലാം ചെയ്ത് തന്നത്. അത്രയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് UAE വാലിഡ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് വിസ ഉണ്ടായിരിക്കണം. അത് മിനിമം 3 months എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 6 months എങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ പാരൻസ് കൊടുക്കുന്ന NOC വേണം. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കമ്പനിയിൽ നിന്നുള്ള NOC, പിന്നെ നമ്മളുടെ പാസ്പോർട്ട് കോപ്പി, വിസ പേജ്, എമിറേറ്റ്സ് ID, അങ്ങനെ അനവധി ഡോക്യുമെൻറ്റ്സ് ഇതിനു വേണ്ടി പറയുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നാം നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഈ വിസയുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഞങ്ങൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 28 ദുബായ് VFS ഗ്ലോബലിൽ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ബയോമെട്രിക് കൊടുത്തതിന് ശേഷം കറക്റ്റ് 14 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നമ്മളുടെ വിസ അപ്രൂവായി. അവർ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇത് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ എങ്ങനെ ലാഭിക്കാം, അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറച്ച് ഫണ്ട് ചിലവാകുന്നത് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. 3 മണിക്കായിരുന്നു ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ ചെല്ലാമെന്ന് കരുതി 2 മണിക്ക് അവിടെ ചെന്നു. നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈമിന് 15 മിനിറ്റിന് മുമ്പ് മാത്രമേ നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റി വിടുകയുള്ളൂ. ടോക്കൺ തരുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് എമർജൻസി സർവീസ് അല്ലെങ്കിൽ VIP സർവീസ് വല്ലതും വേണോ? അപ്പോൾ അതിനാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസയാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു അതൊന്നും വേണ്ട, നോർമൽ മതി. കാരണം ഞങ്ങൾ ഏകദേശം 3-4 മാസം മുമ്പേ പ്ലാൻ ചെയ്യുന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുന്നതിന് ഏകദേശം ഒരാൾക്ക് $25 അവർ ചാർജ് ചെയ്യും. ആക്ച്വലി നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൺലൈനിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് പ്രിപ്പയർ ആയി പോകാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ഈ സ്കാനിങ്ങിൻ്റെ കോസ്റ്റ് ഒഴിവാക്കാം. പിന്നെ മാത്രമല്ല, നമുക്കൊരു ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു ഫോം എനിക്ക് ഈ ഏജൻറ്റ് അയച്ചു തന്നിരുന്നു. പക്ഷേ ഞാനത് അത് മാത്രം പ്രിൻറ്റ് ചെയ്യാൻ മറന്നുപോയി. പക്ഷേ അത് അവർ കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് ആ ചെക്ക് ലിസ്റ്റ് ഫോമെല്ലാം അവർ തന്നെ പ്രിൻറ്റ് ചെയ്ത് അവരെല്ലാം ചെയ്തു തന്നു. പക്ഷേ അവിടെ നമുക്ക് ഈ ഒരു സ്കാനിങ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് മാത്രം ഏകദേശം ഞങ്ങൾക്കൊരു 450-500 ദിറംസോളം ഞങ്ങൾക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു. ഇത് നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് അത്രയും പേയ്മെൻറ്റ് ലാഭിക്കാമായിരുന്നു. പിന്നെ അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പാസ്പോർട്ട് ഇത് കണക്കൊരു സ്റ്റാമ്പ് അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് പാസ്പോർട്ട് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നൊരു സർവീസുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, അതല്ലെങ്കിൽ നമുക്ക് പാസ്പോർട്ട് പോയി കളക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പാസ്പോർട്ട് 4 പേരുടെ പാസ്പോർട്ട് നമ്മൾ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ അതിനും ഏകദേശം 65 ദിറംസ് വെച്ചിട്ട് ഒരാൾക്കാവും. മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു 750 ദിറംസോളം അവിടെ ഞങ്ങൾക്ക് സ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള
പേയ്മെൻറ്റ് കൂടാതെയാണ് ഈ എക്സസ് 750 ദിറംസോളം നമുക്ക് പേ ചെയ്യേണ്ടി വന്നത്. നമുക്ക് മാൻഡറ്ററി അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്രത്തോളം നമ്മൾ ഈ ഒരു രാജ്യത്ത് പോയി രാജ്യം കണ്ട് തിരിച്ചു വരുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. അതായത് നമ്മളുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ്, നമ്മൾക്ക് ഇവിടെ ഏതെങ്കിലും കമ്പനി ഉണ്ടോ, ഇപ്പോൾ എനിക്കിവിടെ സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ ട്രേഡ് ലൈസൻസ്, പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ എല്ലാം നമുക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇവ നമുക്ക് നാട്ടിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലോ, നാട്ടിൽ വീടുണ്ടെങ്കിലോ, വസ്തു ഉണ്ടെങ്കിലോ അതിൻ്റെ ടൈറ്റിൽ ഡീഡ് വരെ നമുക്ക് ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും മാൻഡറ്ററി അല്ല, പക്ഷെ ചെയ്യുന്നത് പ്ലസ് ആയിരിക്കും. പിന്നെ മറ്റുള്ള US പോകുന്നതോ അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകുന്നതോ ഉള്ള വിസകളുടെ അത്ര ടൈറ്റല്ല പിന്നെ UK, അതായത് അറ്റ്ലീസ്റ്റ് അവരുടെ എമിഗ്രേഷൻ പ്രോസസ്സ് അത്രയും ഇതല്ല, പാടല്ല. പിന്നെ നമ്മൾ അവിടെ കയറുമ്പോൾ US എംബസിയിൽ അല്ലെങ്കിൽ അവിടെ വിസയുടെ വെരിഫിക്കേഷന് പോകുമ്പോൾ നമുക്ക് മൊബൈൽ പോയിട്ട് ഒരു ബാഗ് പോലും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവർ ചെക്ക് ചെയ്യുമെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ബാഗും സംഭവം എല്ലാം നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകും. വളരെ കുറഞ്ഞ ഒരു 1 hourനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റും VFSയിൽ നിന്ന്. പിന്നെ ഇനി വിസ കിട്ടിയപ്പോൾ ഉള്ള ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വിസ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന ദിവസം മുതൽ 6 മാസത്തേക്കാണ് നമ്മളുടെ ഇതിൻ്റെ വാലിഡിറ്റി. എനിക്ക് കിട്ടിയ 6 മാസ വിസ, അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയം മുതൽ 6 മാസമല്ല, സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയ സമയം മുതൽ 6 മാസത്തേക്കാണ് എൻ്റെ വാലിഡിറ്റി ഉള്ളത്. അങ്ങനെയാണ് എനിക്കറിയാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ വേറെ ഉള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മൾ ഡിസംബർ മാസത്തിലാണ് സ്കോട്ട്ലൻഡിലേക്ക് പോകാനായിട്ടുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഭാവിയിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ടിക്കറ്റ്സ് നോക്കുന്നത്, ബാക്കിയുള്ള ട്രാവൽ പ്ലാൻസ് എല്ലാം നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻ കേസ് നാട്ടിലല്ല, ദുബായിലിരുന്ന് അല്ലെ UAയിലിരുന്ന് UK ഒരു വിസിറ്റ് വിസ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ. ആദ്യക്കുട്ട വന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ആദ്യക്കുട്ട വിശേഷം? നമുക്ക് UK പോയാലോ? UK ഓക്കെ. ബൈ.